ഈ ആത്മലോകത്തിൽ പോയി എൻട്രി ചെയ്യും. ഇന്നാരെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ലിസ്റ്റും കൊണ്ട് വരെയാണ്. ഇതൊക്കെ സത്യങ്ങളാണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളാണ് നിങ്ങളെ മുമ്പേ ഇരിക്കുന്നത്. ഞാൻ 7 വയസ്സിൽ മരിച്ച ആളാണ്. എന്നെ കൊണ്ടുപോകണത് ഞാൻ കണ്ടതാണ്. എന്നെ പിടിച്ചോണ്ട് പോയത്, എന്നെ തിരിച്ചുകൊണ്ടാക്കിയത് ഞാൻ കണ്ടതാണ്. ശരീരത്തിൽ തിരിച്ചു കയറി എങ്ങനെയാണ് മരിക്കണതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ മരിച്ചതുകൊണ്ട്, അല്ലാത്ത ഒരാളിനെ പറയാൻ പറ്റൂലല്ലോ. എനിക്ക് സംഭവിക്കുന്ന കാര്യം വെച്ചാൽ എൻ്റെ അകത്തുള്ള എനർജി മീൻസ് വായു പുറത്തു പോകണമില്ല. എനിക്ക് തിരിച്ച് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. ചില ആത്മാക്കള് ഈ സ്ത്രീകളെയൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. ദൈവവും ഈശ്വരനും ഒന്നല്ല. ആളുകൾ പറയും ദൈവവും ഈശ്വരനും ഒന്നാണെന്ന്. ഒരിക്കലും അല്ല. ഈ 4ാമത്തെ ഒരു ആത്മാവുണ്ട്, ദുരാത്മാക്കൾ. അതില് തിലകൻ ജപിക്കുന്ന മന്ത്രം തന്നെ പ്രേത ആവാഹന മന്ത്രമാണ്, ഒറിജിനൽ മന്ത്രമാണ്. അതിൽ ജപിക്കുന്ന മന്ത്രം അഹോരയിലാണ് ബാധ ആവാഹിക്കാനായിട്ട് ഏറ്റവും ശക്തി മന്ത്രമാണ്. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ജയനാരായൺജിയാണ്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് പ്രേതകഥകളിൽ തുടങ്ങാം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കുതിരമാളികയുണ്ട്. കുതിരമാളികയിൽ അടച്ചിട്ടൊരു മുറി, സ്വാതി തിരുനാൾ ഉപയോഗിച്ചിരുന്ന മുറി ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അത് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല. അതിനെ ചുറ്റിപ്പറ്റി കുറേ പ്രേതകഥകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടെന്നും അത് വൃത്തിയാക്കാൻ പോലും അവിടുത്തെ ആൾക്കാർ തുറക്കാറില്ല എന്നൊക്കെ. അപ്പോൾ ഇത്തരം ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബിൽഡിങ്സിൽ അല്ലെങ്കിൽ ഈ കുതിരമാളികയിൽ തന്നെ പ്രേതത്തിൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഈ പ്രായം ചെല്ലാതെ മരിച്ച ആത്മാക്കൾ ഉണ്ടാകുമോ? ഈ പ്രേതാത്മാക്കൾ എന്ന് പറയണത് നമുക്ക് പ്രായം ചെല്ലാതെ മരിച്ചു എന്ന് കാണണ്ട. മനസ്സിലായില്ലേ? പ്രേതാത്മാക്കൾ നമ്മളെ ആഗ്രഹം തീരാതെ മരണപ്പെട്ടത്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിന് ചിലപ്പം പ്രായവും ആഗ്രഹവും തമ്മിൽ ബന്ധമില്ല. ചിലപ്പോൾ നമ്മളെ ആഗ്രഹങ്ങൾ പലപ്പോഴും സബലീകരിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ എപ്പോഴെങ്കിലും ആയിരിക്കും. ഇന്ന് ഇപ്പോൾ കൂടുതലായിട്ട് നാട്ടിലൊക്കെ ഈ ആളുകൾക്ക് അസുഖം കൂടുന്ന എന്തിനെന്നറിയാമോ, എങ്ങനെയെന്നറിയാമോ? അറിഞ്ഞുകൂടാ. ലൈഫ് സ്റ്റൈൽ തന്നെ അസുഖം കൂടുന്നതിൻ്റെ കാരണം എന്താണ്? കൊച്ചുനാളിൽ നമുക്ക് കഴിക്കാൻ ആഹാരം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വളരെ ലൈറ്റ് ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കിട്ടുള്ളൂ, പട്ടിണി പരിവട്ടമൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് വീതം ആഹാരം കിട്ടി. നമുക്ക് ഇഷ്ട ആഹാരമൊന്നുമല്ല, പല കാലത്തുമൊക്കെ ആയിരിക്കും. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് പണ്ട് നമ്മളെ വീട്ടിലൊക്കെ 2-3 ദിവസങ്ങളിലാണ് ഒരു വർഷത്തിൽ പായസമൊക്കെ വയ്ക്കണേ. ഒരു വർഷത്തിൽ 2-3 ദിവസം. ഓണം, അതുപോലെ ശരിക്ക് വിഷു, അങ്ങനെ ദീപാവലി, ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ വീട്ടിൽ പായസമൊക്കെ വെച്ച് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലും കല്യാണമോ അല്ലതൊക്കെ വന്നാലേ പായസമൊക്കെ കിട്ടുള്ളൂ. ഇന്ന് അപ്പോൾ അന്ന് അത് കഴിഞ്ഞു പോയി. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനെ വളരെ കുറച്ച് ആഹാരങ്ങൾ കിട്ടി, നല്ല അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ കഴിച്ചു വന്ന ആഹാരം. അത് കഴിഞ്ഞ് ഇപ്പോൾ ജയനാരായൺജി കുറച്ചുകൂടി ഇതായി, അപ്പോൾ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല ആഹാരങ്ങൾ കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വാങ്ങിച്ച് കഴിക്കും. അന്ന് കിട്ടാത്ത സാധനം ഇപ്പോൾ ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മളെ ബോഡി ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരെയായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാവും. നമ്മൾ കൊച്ചിലെ കഴിക്കുന്ന ആഹാരം ആണ് നമ്മളെ ബോഡിക്ക് ആവശ്യം. നമ്മളൊരു ചെടിക്ക് ഇട്ട് കൊടുത്ത വളം ആണ് അതിൻ്റെ വളം. അത് കഴിഞ്ഞിട്ട് വളം മാറ്റുമ്പോൾ ചെടിക്ക് കേടുവരും. ഏത് ജീവിക്കായാലും അതിനൊരു ആഹാര രീതിയുണ്ട്. ആ ആഹാര രീതി വിട്ട് മാറുമ്പം അത് നെഗറ്റീവ് ആവും. അപ്പോൾ ഇപ്പം വന്നപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് പലരും പോകുമ്പം പറയും, ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ 49 ലോകരാജ്യങ്ങളിൽ പോയി. ഈ പോകുന്ന രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ ആഹാരങ്ങൾ, അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ ജനറേഷൻ വന്നേലും വേറെ എല്ലാം കഴിക്കണില്ല, ഇവിടുത്തെ ആഹാരം കഴിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ആഹാരങ്ങൾ കഴിപ്പിക്കും. ഈ ആഹാരം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും? ഇതൊന്നും നമ്മളെ ബോഡിക്ക് ആവശ്യമുള്ളതല്ല. അപ്പോൾ നമ്മളെ ബോഡി റിയാക്ട് ചെയ്യും. അങ്ങനെയാണ് ഒരാളിന് രോഗം വരണ പെട്ടെന്ന്. നമ്മൾ പണ്ട് ശീലിച്ച് വന്ന അതേ ശീലത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്താൽ നമ്മൾ രോഗിയാവില്ല. ഇതുപോലെ നമുക്ക് ആഗ്രഹം നിവർത്തി വരണം എപ്പോഴെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ഒരുപാട് പ്രയത്നിക്കും. ആ പ്രയത്നത്തിൻ്റെ ഫലം കിട്ടാൻ ചിലപ്പോൾ ഒരുപാട് വൈകും. ചിലർ ഈ സിനിമ ഇതിൽ എനിക്കൊന്ന് അഭിനയിക്കണം, എനിക്കൊന്ന് മുഖം കാണിക്കണം, ഏതെങ്കിലും എന്ന് നടന്നിട്ട് എത്രയോ പേര് സാധിക്കാതെ പോയവരുണ്ട്. അല്ലെങ്കിൽ തന്നെ അഭിനയിച്ച പടം വെളിയിലിറങ്ങാതെ പോയവരുണ്ട്. പടത്തിൽ ചാൻസ് കിട്ടി, വലിയ പ്രതീക്ഷയോടെ അഭിനയിച്ചു, ആ പടം പുറത്തിറങ്ങിയില്ല.
അപ്പോൾ ഇങ്ങനെ കാരണങ്ങളാൽ ഇവരെ ആത്മാവിൽ ഈ ആഗ്രഹം കിടക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം നേരത്തെ മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഐഡിയ ഉണ്ടായിരുന്ന ആളാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ജ്യോതിഷവും അല്ലെങ്കിൽ സംഗീതവും ബാക്കിയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത ആളാണ് അദ്ദേഹം. അപ്പോൾ ഈ ചെയ്ത ആളിന് അത് ഒരുപാട് പിന്നീട് ഒരുപാട് ഐഡിയ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കി വെച്ചു. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പോയി പ്രോജക്റ്റ് വഴിയിലായിപ്പോയി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. 100%. ഈ ആത്മാവ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിടത്തോളം 4 തരത്തിൽ ആത്മാവുണ്ട്. 4 തരത്തിൽ ആത്മാവുണ്ട്. ഒന്ന് ജീവാത്മാവ്, അതായത് നമ്മളെയൊക്കെ ശരീരത്തിലിരിക്കുന്ന ആത്മാവ്. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിൽ ആത്മാവ് ഇരുന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മളെ കർമ്മഫലം ആരുടെ കൂടെയാണ് വന്നത്? ആത്മാവിൻ്റെ കൂടെയാണ് വന്നത്. നമ്മളുടെ ഒരു ഓറയുള്ളത് ആരുടെ കൂടെയാണ് വന്നത്? ആത്മാവിൻ്റെ കൂടെയാണ് വന്നത്. അത് ആ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് പ്രകാശിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഇരിക്കുന്ന അതിനെ പ്രകാശം, നമ്മളൊരു ബൾബ് ഇരുന്നു, അവിടെ കറണ്ടാണ് ആത്മാവ്, ബൾബാണ് ശരീരം. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പിലുള്ള ബൾബ് ഇടുന്നോ ആ രീതിയിൽ പ്രകാശിക്കും. കറണ്ടിന് രൂപമില്ല, ഭാവമില്ല, ഒന്നുമില്ല. കറണ്ടിനെ കാണാനും പറ്റില്ല. ആത്മാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ആത്മാവുണ്ടോ? ഉണ്ട്. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടോ? ഉണ്ട്. കറണ്ടിനെ കണ്ടിട്ടുണ്ടോ? കറണ്ടിനെ കണ്ടില്ല. വായു ഉണ്ടോ? വായു ഉണ്ട്. വായു ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. നമ്മളെല്ലാം ശ്വാസം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ കാണാൻ പറ്റില്ല. അദൃശ്യമായ സാധനങ്ങളാണ്. അപ്പോൾ ദൈവം അദൃശ്യമാണ്, ദൈവമാണ്. അപ്പോൾ ആത്മാവ്, ജീവാത്മാവ്, ശരീരത്തിലിരിക്കുന്ന ആത്മാവ്. മറ്റൊന്ന് പരമാത്മാവ്, അതാണ് ഈശ്വരൻ. ഈ പരമാത്മാവ് കുറച്ചുകൂടി പരമാത്മാവിൽ 2 രീതിയിൽ വരും. പരമാത്മാവ് 2 രീതിയിൽ വരും. ജീവാത്മാവിലേക്ക് പരമാത്മാവിൻ്റെ അംശം പോവും, ദൈവതകളായിട്ട് അംശം കൂടും. ഈ ഈശ്വരൻ്റെ അംശം തന്നെയാണ് ചിലർക്ക്. അതിനെയാണ് നമ്മൾ പരദേവതയെന്നും കുലദേവതയെന്നും ഒക്കെ പറയും. അത് മനുഷ്യന് മുകളിലാണ്. ഞാൻ പറഞ്ഞല്ലോ, അപ്പം ജീവാത്മാവ് അവർക്ക് ജീവനില്ല. ഈ നമ്മൾ പറയുന്ന കുലദേവതയ്ക്കും പരദേവതയ്ക്കും ഒന്നും ശരീരമില്ല, ആത്മാവുണ്ട്. ഈ ആത്മാവ് കുറച്ചുകൂടി ദൈവീയത്വം പ്രാപിച്ച ആത്മാവാണ്. അതായത് ഈശ്വരന് താഴെ നിൽക്കുന്ന ആത്മാവ്. ഇവരെന്ത് ചെയ്യും? ഈ കുടുംബത്തെ രക്ഷിക്കാനും ഒക്കെ ആയിട്ട് നിലകൊള്ളും. നമ്മൾ തന്നെ നമ്മളുടെയുള്ള സ്നേഹം കൊണ്ട് അവരവിടെ നിൽക്കും. ഇതാണ് കുലദേവത. അങ്ങനെയാണ് 33 കോടി ദേവതകൾ ഉണ്ടായത്. ശരിക്കും ദൈവം ഒന്നേ ഉള്ളൂ, പരമാത്മാവ് ഒന്നേ ഉള്ളൂ. അപ്പോൾ ആ പരമാത്മാവിൻ്റെ വകഭേദങ്ങളാണ് ഈ മൂർത്തികളെന്ന് പറയണേ. അതിനെയാണ് മൂർത്തികൾ എന്ന് പറയുന്നത്, ദൈവങ്ങൾ എന്ന് പറയണേ. ദൈവവും ഈശ്വരനും ഒന്നല്ല. ആളുകൾ പറയും ദൈവവും ഈശ്വരനും ഒന്നാണെന്ന്. ഒരിക്കലും അല്ല. ദൈവം വേറെ, ഈശ്വരൻ വേറെ. ഈശ്വരൻ ഒന്നേ ഉള്ളൂ, ദൈവം എത്രയോ ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി. ഞാൻ ഇടയ്ക്ക് പറഞ്ഞ ഒരു ആത്മാക്കളാണ് ഈ ദൈവങ്ങൾ എന്ന് പറയണേ. അതാണ് കുലദൈവം, പരദേവത, മറ്റ് ദേവതകൾ. അപ്പോൾ അതിന് എത്ര എണ്ണം ഉണ്ടെന്ന് കേട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. നാളെ കുറേ നന്മകൾ ചെയ്ത് ഒരാൾ ഈശ്വരനെ പ്രാപിച്ച് ഈശ്വരനിൽ ലയിച്ചാൽ അവനും ദൈവമാവും, ഈശ്വരനാവൂല. പിന്നെ അപ്പോൾ ശരിക്ക് ജീവാത്മാവ്, പരമാത്മാവ്, ഈ ദേവതാത്മാക്കൾ. ഈ 4ാമത്തെ ഒരു ആത്മാവുണ്ട്, ദുരാത്മാക്കൾ. ഈ 4ാമത്തെ ആത്മാക്കളാണ് ഉപദ്രവിക്കുന്നത്. ഇതുണ്ട്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ പല രീതിയിൽ വരും. ഒന്ന്, നമ്മൾ ആഗ്രഹം തീരാതെ മരണപ്പെട്ട ആത്മാവ്. ഇവന് അടുത്ത് പ്രമോഷൻ കിട്ടൂല, ഇവൻ പോവാൻ ഇഷ്ടമില്ല, ഇവിടെ തന്നെ നിൽക്കും. ഇവൻ ഇവിടെ ഏതെങ്കിലും സ്ഥലത്ത് കയറി കുടികൊണ്ട്, ആത്മാവല്ലേ, ശരീരമില്ലല്ലോ, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല, പക്ഷെ പോവാനും മനസ്സില്ല, ഇതിവിടെ അലഞ്ഞു നടക്കും. അപ്പോൾ അവർക്ക് ഇപ്പം ഒരു കൊട്ടാരമാണ്, അല്ലെങ്കിൽ ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു ഇടമുണ്ട്, അവർ ആ ഇടത്തിൽ താമസിക്കും. അങ്ങനെ താമസിക്കുന്നതാണ് ഈ ഇതുപോലെ സ്ഥലങ്ങളിൽ ആത്മാവ് താമസിക്കുന്നത്. ഇത് എത്രയോ സ്ഥലങ്ങളിൽ ഞാൻ തന്നെ പോയി ഈ പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രസൻസ് ഫീൽ ചെയ്യോ? 100%. ഇത് എങ്ങനെയെന്ന് മനസ്സിലായാൽ, ഇതിപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്കല്ല, ഈ നമ്മളിൽ കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉള്ളിടത്ത് പോകുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും.
ഞാൻ ഒരു ഒരു സ്മെല്ലുള്ള ഫീലിംഗ് തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരു അത് വേണം. അതിന് ഞാൻ സെക്കൻഡിലേക്ക് പറഞ്ഞേ. നമ്മൾ ഒരു വീട് വൃത്തിഹീനമായിട്ട് അല്ല, ആ വീട്ടിൽ താമസിക്കുന്നവർ ഒരു വൃത്തികേടായിട്ട് കിടക്കുകയാണ്. ഉദാഹരണം, അതൊന്നും വേണ്ട, ഒരു വെയിലത്ത്, ഇപ്പം നല്ല ചൂട് സമയം, വെയിലത്ത് വേർത്ത് വരണ ഒരാൾ, ആ ആള് നമ്മൾ മുമ്പ് വന്ന് സംസാരിക്കുകയാണ്, ആളിൻ്റെ വേർപ്പ് അടുത്ത് നിൽക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യും. ആ വേർപ്പിന്റെ സ്മെല്ല് നമുക്ക് ഒരുമാതിരി ഫീൽ ചെയ്യും. ഈ ആളിന് അറിയാൻ പറ്റൂല, എൻ്റെ ദേഹത്തു നിന്ന് സ്മെല്ലുണ്ട്, ഈ സ്മെല്ല് ഭയങ്കരമായിട്ട് ദുർഗന്ധമാണ്, ഇത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നൊന്നും ഈ ആളിന് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ്? ഈ ആളിൽ നിന്ന നെഗറ്റീവ്സാണ് അതിൽ നിൽക്കുന്നത്. ഈ നെഗറ്റീവ്സ് ആ ആളിന് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ മറ്റാളിന് പെട്ടെന്ന് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്? ആ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് താങ്ങാൻ പറ്റാതെ വരും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെ നമ്മളൊരു വീട്ടിലേക്ക് പോവുകയാണ്. ഞാൻ തന്നെ എത്രയോ വീടുകളിൽ വാസ്തു നോക്കാനൊക്കെ വിളിച്ചുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോഴാണ് പോവാതെ, സമയമില്ലാത്തതുകൊണ്ട് പോകാറില്ല. പണ്ട് ഈ വാസ്തു നോക്കാൻ പോവുക, പിന്നെ ഈ പ്രേതബാധകളെ ഒഴിപ്പിക്കാൻ പോവുക. ഒഴിപ്പിക്കാൻ പോകുമ്പം കൂടെ പോകും. എനിക്ക് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രേതങ്ങളെ. കൊച്ചിലായിട്ട് പ്രേതങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടം എന്തെന്ന് ചോദിച്ചാൽ, കൊച്ചിലായിട്ട് ഈ പ്രാതങ്ങൾക്ക് എന്തെങ്കിലും വിഷമത്തി നടക്കണവരല്ലേ എൻ്റെ കൺസെപ്റ്റ്. ഞാൻ കൊച്ചിലെ ചിന്തിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ആശ്രമത്തിലാണ് വളർന്നത്. എന്നെ അച്ഛനും അമ്മയല്ല വളർത്തിയത്. അപ്പോൾ ഞാൻ കൊച്ചിലെ ആശ്രമത്തിൽ കിടക്കുമ്പോഴും ഞാൻ ഇതൊക്കെ വായിക്കുമ്പോൾ, അയ്യോ ഈ ആത്മാക്കൾക്ക് എന്തോ സങ്കടങ്ങളുണ്ട്, ആരുടെയും പറയാൻ പറ്റൂല. അവർക്ക് ആരുടെയും പറഞ്ഞാലല്ലേ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ അവരെ അറിയാം? അതുകൊണ്ട് അതെങ്കിലും പ്രാതങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പോകും. എന്ന് വെച്ചാൽ ഈ പ്രാതങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് വഴിയുന്ന സഹായമാണെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ പോണ എന്തിനാണ്? എന്നെ കൊണ്ട് വരുന്ന എന്തെങ്കിലും, എനിക്ക് ഇതുമായിട്ട് കുറച്ച് അറിവുണ്ടല്ലോ. അപ്പൊ എന്നോട് എന്തെങ്കിലും പറയാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ. അങ്ങനെ പ്രേതങ്ങൾ സംസാരിക്കാറുണ്ടോ? പ്രേതങ്ങൾ ആരെങ്കിലും ദേഹത്ത് കയറി സംസാരിക്കും, അശരീരി പോലെ വരും, എല്ലാം വരും. പ്രേതങ്ങൾ ചിലപ്പോൾ പല രീതിയിൽ പ്രേതത്തിന് ശക്തിയുണ്ട്. പ്രേതത്തിന്റെ ശക്തി പല രീതിയിലാണ്. ചില പ്രേതങ്ങൾക്ക് ഞാൻ കണ്ടിട്ടുള്ളത്, ചില പ്രേതങ്ങൾക്ക് ഈ സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ ആളിലേക്ക് സമ്മർദ്ദം ചെലുത്താനോ ഒന്നും കഴിവില്ല. തീരെ അശക്തരായ പ്രേതം അത് അവിടെ നിന്ന് ചെറിയ ദുർനിമിത്തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വീടിനകത്ത് സമാധാനം തരില്ല. നമ്മൾ മനസ്സിലായില്ലേ? വീട്ടിൽ ചെന്ന് ചിലർ വെളിയിലൊക്കെ പോയി വളരെ ഹാപ്പി ആയിട്ട് വരും. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അസ്വസ്ഥതയാവും. അവിടെ അസ്വസ്ഥതയാവും. പിന്നെ ഒന്ന് പറയുമ്പം വലിയ സ്നേഹത്തിരിക്കുന്നവർ വരെ തമ്മിൽ വയലൻ്റ് ആവും, അകൽച്ച ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ദുർനിമിത്തങ്ങൾ വീട്ടിനകത്ത് ഉണ്ടാക്കും. ഇതൊക്കെ ചെയ്യും ചെറിയ പ്രേതങ്ങൾ. അവർക്ക് അത്രയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ വലിയ ശക്തിയുള്ള 100% നമ്മളെ തള്ളിയിടാൻ, ബഹളം ഉണ്ടാക്കാൻ പറ്റുന്ന ഭയങ്കരമായ ശക്തിയുള്ള പ്രേതങ്ങളുണ്ട്. നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ ശക്തിയുള്ള പ്രേതമുണ്ട്. നമ്മളെ ദേഹത്തേക്ക് കയറിയിട്ട് പല ഇതും ചെയ്യാൻ ശക്തിയുള്ള എന്ന് വെച്ചാൽ എത്രയോ പ്രേതങ്ങളെ നമ്മളെ ദേഹത്ത് വന്നിട്ട് ആ പ്രേതത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു 3 പേരുടെ ശക്തിയാവും. നമുക്കൊരു എനർജി ഉണ്ടല്ലോ, നമുക്കൊരു ശക്തിയുണ്ട്, എല്ലാവർക്കും ഒരു ശക്തിയുണ്ട്. നമ്മളെ ശക്തി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നാൽ ആൾക്കാർക്ക് മിനിമം ഒരു ശക്തിയുണ്ട്. പക്ഷേ നല്ല 3 പേരുടെ ശക്തി എന്ന് വെച്ചാൽ ഒരാളിനെയൊക്കെ ഇങ്ങനെ ഒറ്റ കൈ കൊണ്ട് പൊക്കിയെടുത്ത് കളയും. മണിച്ചിത്ര താഴെ കാണിക്കുന്ന ഇത് കുറേയൊക്കെ ഇതുപോലെ ജ്യോത്സ്യന്മാരോട് കാണിച്ചിട്ട് ചോദിച്ചിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് പടം പിടിച്ചത്. അത് അല്ലാതെ അതൊരു മറ്റേ സിനിമ ഒരു വെറും എഴുത്തുകഥ മാത്രമായിട്ടല്ല. അതിൽ സത്യമുണ്ട്. അതിൽ തിലകൻ ജപിക്കുന്ന മന്ത്രം തന്നെ പ്രേത ആവാഹന മന്ത്രമാണ്, ഒറിജിനൽ മന്ത്രം. അല്ലാതെ മറ്റ് മന്ത്രങ്ങൾ എന്തെങ്കിലും മന്ത്രമല്ല, ഒറിജിനൽ മന്ത്രമാണ്. അഘോരയാണ് ജപിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ ജപിക്കുന്ന മന്ത്രം അഘോരയിലാണ് ബാധ ആവാഹിക്കാനായിട്ട് ഏറ്റവും ശക്തി മന്ത്രമാണ്. അഘോര ജപിക്കുന്നിടത്ത് ബാധ പെട്ടെന്ന് സറണ്ടർ ആവും, പേടിയാവും. അപ്പോൾ ആ സിനിമ ഷൂട്ട് ചെയ്ത കാലയളവിലൊക്കെ അവിടെ ഒരു പ്രേത സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടാകുമോ? ഉണ്ടാവാം, 100% ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രേത സാന്നിധ്യം പല സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഈ മരിച്ച ആത്മാക്കൾ സ്ഥലപ്രേതമുണ്ട്. സ്ഥലപ്രേതം എന്ന് വെച്ചാൽ ഈ സ്ഥലം ആരുടെ വകയായിരുന്നു തന്നെയല്ലോ. ഇത് ചിലപ്പം ഒരു ചെറിയ വീട് അല്ലെങ്കിൽ ഒരു വീട് ഇരിക്കുന്ന സ്ഥലം ആയിരിക്കത്തില്ല. ഒരു ഏരിയ മൊത്തം, ഒരു കാമ്പൗണ്ട് ഇങ്ങനെ കിടന്ന സ്ഥലം മൊത്തം ആരുടെ ഒരാളുടെ വകയായിരിക്കാം. ഇവിടെ
നമ്മൾ അകാലത്തിൽ മരിച്ച ഒരാളിനെ കുഴിച്ചിട്ടു അല്ലെങ്കിൽ കത്തിച്ചു കളഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ. ഈ ആളിന് വേണ്ട കർമ്മങ്ങൾ ചെയ്യുകയോ ഇവരെ എത്തിക്കാതെയോ, ഈ ആത്മാക്കളെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മരണാനന്തര കർമ്മം ചെയ്യണത്. എല്ലാ മതത്തിലും ആളുകൾ ഇനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എല്ലാ മതത്തിലും കർമ്മം ചെയ്യാറുണ്ട്. ഇപ്പം പള്ളിയിലാണെങ്കിൽ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ട് അവസാനം ഇത് വെച്ചിട്ട് കുരിശു വയ്ക്കും, ഇത് എഴിച്ച് പോവാതിരിക്കാൻ. അതിൻ്റെ മീതെ കുരിശു വെച്ചാണ് അടക്കണേ. ഇതുപോലെ മുസ്ലിം മതത്തിലായാലും ഹിന്ദു മതത്തിൽ എന്ത് ചെയ്യും? ഈ ചടങ്ങുകളെല്ലാം ചെയ്ത് അസ്ഥി എടുത്ത് അസ്ഥിയെ കൊണ്ടുപോയി അസ്ഥി നമസ്കാരം ചെയ്ത് ബലി അർപ്പണം ചെയ്ത് 16 ബലിയിട്ട് അല്ലെങ്കിൽ 41 ദിവസം വച്ച് ഏതെങ്കിലും പുണ്യക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് 1 വർഷമാവുമ്പോൾ നിലനിർത്തും. ആണ്ട് ബലി ചെയ്ത് നിലനിർത്തും. അത് നിർത്തുകയാണ് അവിടെ. ഇത് പോയോ പോയില്ലെന്നൊന്നും നമ്മൾ അറിയില്ല. നമ്മളൊരു ചടങ്ങ് ചെയ്തു, ബലിയിട്ടു ചെയ്തു. പിന്നെ ചിലർ ഒക്കെ ആവട്ട് ഈ ബലി ഇടാൻ വേണ്ടി ആത്മാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പം ആളുകളെല്ലാം പറയും, എന്ത് അന്ധവിശ്വാസം, ഒരാൾ മരിച്ചതിന് ശേഷം അവർക്ക് വേണ്ടി ബലിയിടാൻ നടക്കണം, അവർക്ക് വേണ്ടി പൂജ ചെയ്യാൻ നടക്കണം, അവർക്ക് വേണ്ടി തിലഹോമം ചെയ്യാൻ നടക്കണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കളിയാക്കാം. പക്ഷേ ആത്മാവ് ശരീരം വിട്ടാലും ആത്മാവ് നിൽക്കും. ഈ ആത്മാവ് ഒറ്റപ്പെടും. അതുവരെ നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്. നമ്മളെന്നും പറഞ്ഞ് ജീവിച്ച നമ്മൾ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അപ്പൂപ്പനോ ആണ്. അവർ പോകുമ്പം പിന്നെ അവർക്ക് ആരുമില്ല. ഇവരെ ആത്മലോകത്തേക്ക് കൊണ്ടുപോകും. അന്ന് തന്നെ മരിച്ച ഉടനെ തന്നെ ഈ ബോഡിയിൽ നിന്ന് ജീവനെ കൊണ്ട് നേരെ ആത്മലോകത്തേക്ക് പോകും. പോയിട്ട് അവിടുന്ന് ഈ ശരീരം കത്തി തീരുന്ന ശരീരം ചിതയിൽ വയ്ക്കുന്നത് വരെ ആ ബോഡി പിടിച്ചിരിക്കും. ഇവർ വിടൂല, തിരിച്ചുകൂടെ കൊണ്ടുവരും. കൊണ്ടുവന്ന് അവിടെ എൻട്രി ചെയ്തിട്ട് എവിടെയാണോ നമ്മൾ മരിച്ച് അവിടെ എൻട്രി ചെയ്യുന്ന യമലോകം അല്ലെങ്കിൽ ഈ ആത്മലോകത്തിൽ പോയി എൻട്രി ചെയ്യും. ഇന്നവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, അവർ ലിസ്റ്റും കൊണ്ട് വരെയാണ്. ഇതൊക്കെ സത്യങ്ങളാണ്. ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരാളാണ് നിങ്ങളെ മുമ്പേ ഇരിക്കുന്നത്. ഞാൻ 7 വയസ്സിൽ മരിച്ച ആളാണ്. എന്നെ കൊണ്ടുപോകണത് ഞാൻ കണ്ടതാണ്. എന്നെ പിടിച്ചോണ്ട് പോയത്, എന്നെ തിരിച്ചുകൊണ്ടാക്കിയത് ഞാൻ കണ്ടാണ്. ശരീരത്തിൽ തിരിച്ചു കയറി മരിച്ചത് എനിക്ക് എൻ്റെ 7 വയസ്സ് വരെ ആയുസ് ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ 7-ാം വയസ്സായപ്പോൾ ഞാൻ മരിച്ചു. മരണം ഞാൻ എങ്ങനെയാണ് മരിക്കണതെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. ഞാൻ മരിച്ചതുകൊണ്ട്, അല്ലാത്ത ഒരാളിനെ പറയാൻ പറ്റൂലല്ലോ. ഈ മരിക്കണമെന്ന് പറയുന്നത് എനിക്കൊരു വയറ്റ് വേദന പോലെ വന്നു. അത് കഴിഞ്ഞ് ഈ വേദന നെഞ്ചിലേക്ക് കയറി വന്നു. ഈ കയറി വരുന്ന സമയത്ത് എനിക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എൻ്റെ അകത്തുള്ള എനർജി മീൻസ് വായു പുറത്ത് പോകണമില്ല. എനിക്ക് തിരിച്ച് ബ്രീത്ത് എടുക്കാൻ പറ്റില്ല. നമുക്ക് പ്രകൃതി നമ്മളെ ബ്രീത്ത് ഇങ്ങോട്ട് പോണതല്ല, തിരിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഈ തിരിച്ചെടുക്കാൻ പറ്റാതെ വരുന്നതിനാണ് മരണം എന്ന് പറയണേ. നമ്മൾ അകത്തിരിക്കുന്ന എനർജി പുറത്തോട്ട് പോയി ആ എനർജി അകത്ത് നിന്ന് എല്ലാം കംപ്ലീറ്റ് അങ്ങ് തീരുമ്പം നമ്മൾ ശവമായി. മനസ്സിലായില്ലേ? അപ്പൊ ഈ എനർജിയാണ് നമ്മളെ ജീവൻ, ആത്മാവ്. ഈ ആത്മാവിനെയാണ് പിടിച്ചോണ്ട് പോണേ. ആത്മാവ് ശരിക്കും പറഞ്ഞാൽ ഞാൻ മരിച്ചപ്പോ എന്റെ രൂപത്തിൽ തന്നെയാണ് ഇരുന്നത്. ഏത് പ്രായത്തിലാണോ ആ രൂപത്തിൽ ഞാൻ എന്നെ കണ്ടതാണ്. എന്നെയാണ് ഞാൻ കാണുന്നത്, അല്ലാതെ വേറെ കാര്യമല്ല. ഈ ആത്മാവ് വേറെ രൂപത്തില് വേറെ ഒരു അങ്ങനെയൊന്നും അല്ല, എന്റെ അതേ രൂപത്തിൽ തന്നെ. നമ്മൾ മരിച്ചാൽ നമ്മൾ അതേ രൂപത്തിൽ തന്നെ ഇരിക്കും. അങ്ങനെയാണ് ആ രൂപത്തില് പ്രേതങ്ങൾ വരുന്നത്. മനസ്സിലായില്ലേ? പിന്നെ പ്രേതം വെള്ള തുണി എടുത്തോണ്ട് വേണ്ടെന്ന് ചുവന്ന തുണി എടുത്തോണ്ട് വേണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തുണി എടുത്തോണ്ടാണ് വന്നതെന്ന്. തുണി നമ്മൾ പോയപ്പോ ഒരു തുണിയില്ലായിരുന്നു. ആത്മാവിന് തുണിയൊന്നുമില്ല. വന്നപ്പോഴും കൊണ്ടുവന്നില്ല, പോകുമ്പോഴും കൊണ്ടുപോകില്ല. അപ്പൊ ഈ ആത്മാവ് ഇതുപോലെ സ്ഥലങ്ങളിൽ നിൽക്കും. ഇതിൽ അവർ ചിലത് ശക്തി ആർജിക്കും. ശക്തി ആർജിക്കുമ്പോൾ എന്ത് ചെയ്യും? അവര് ദുർപ്രേതങ്ങളായി ഉപദ്രവിക്കാൻ തുടങ്ങും, ഉപദ്രവകാരിയായി തീരും. അങ്ങനെ ആളുകളെടുത്ത് ദൂരെ എറിയും, തള്ളിയിടും, കഴുത്തിൽ നിൽക്കും. പല ഉപദ്രവം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ ഉപദ്രവിക്കാം. നമുക്ക് അവിടെ കിടന്ന് ഉറങ്ങാം എന്നൊക്കെ വിചാരിച്ചാൽ കിടന്ന് ഉറങ്ങാനൊന്നും സമ്മതിക്കൂല. ചിലപ്പോൾ കട്ടിൽ കിടക്കണവർ താഴെ മറ്റേ മുറ്റത്തെവിടെയെങ്കിലും കിടക്കും. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഒരു വീട്ടില് പൂജയ്ക്ക് ഇതുപോലെ കിടന്ന പ്രേതത്തെ ആവാഹിക്കാൻ പോയപ്പോൾ ഈ പ്രേതം എന്ത് ചെയ്യുന്ന വെച്ചാൽ രാത്രി കട്ടിലിൽ കിടന്ന് ഉറങ്ങിയ ആളിനെ കട്ടിലോടുകൂടി എടുത്ത് വെളിയിട്ടിരുന്നു. കട്ടിലും ആളും കൂടി മുറ്റത്ത് കിടന്നു. എങ്ങനെ നോക്കിയാലും അത് സാധ്യമാവില്ല. കാരണം കട്ടിൽ ചരിക്കാതെ ഈ ഡോറിൽ കൂടി വെളിയിറങ്ങൂല. നമ്മൾ കട്ടിൽ കിടക്കില്ല. അപ്പൊ കട്ടിൽ ചരിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ താഴെ വീഴില്ലേ?
അപ്പൊ ഉണരുമല്ലോ. ഉണരുമല്ലോ. ഈ താഴെ വിഴുന്നിട്ടുമില്ല, ആളും താഴെ വിഴുന്നില്ല, പക്ഷെ കട്ടിലോടുകൂടി വെളിയിൽ കിടക്കണം. അത്രയൊക്കെ ശക്തിയുള്ളതുണ്ട്. ഭയങ്കരമായ ഉപദ്രവിക്കുന്ന ശക്തികളുണ്ട്. ഈ ചില ശക്തികൾ ദേഹത്തേക്ക് പ്രവേശിച്ചാൽ, നമ്മുടെ ശരീരത്തിലേക്ക് ആ പ്രാതബാധ പ്രവേശിച്ചാൽ പിന്നെ നമുക്ക് ചലിക്കാൻ പറ്റാതാക്കി കളയും. നമ്മൾക്ക് ചലിക്കൂല, നമ്മളെ ശരീരം തളർത്തി കളയും. എന്ന് വെച്ചാൽ ഇതിന്റെ ശക്തി നമ്മളെ ബോഡിക്ക് താങ്ങാൻ പറ്റാതായി പോകും. സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാവുന്നത് പോലെ ആയി പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ശക്തി അങ്ങനെ വരും. ചില ചില ആത്മാക്കള് ഈ സ്ത്രീകളെയൊക്കെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാൻ എത്രയോ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയാണ്. അപ്പോ ഇപ്പൊ സാധാരണ ഒരു മനുഷ്യന്റെ അവർക്ക് ഇത് ഇരുട്ടത്താണല്ലോ, അവർക്ക് പിന്നെ അനങ്ങാൻ പറ്റൂല. ഇവർ ഈ ശവം പോലെ കിടക്കാനേ പറ്റുള്ളൂ. പക്ഷെ അവർക്കിത് ഫീൽ ചെയ്യും. ഇപ്പൊ ഒരാളുടെ ശരീരത്തിൽ ആത്മാവ് കയറുകയാണെങ്കിൽ എന്റെ ശരീരത്തിൽ ആത്മാവ് കയറിയിട്ടുണ്ട് എന്ന് ആൾക്ക് ബോധ്യം ഉണ്ടാവുമോ? ആൾക്ക് ചിലപ്പോൾ ബോധ്യം ഉണ്ടാവാം, ചിലപ്പോൾ മറ്റുള്ളവർക്ക് പെട്ടെന്ന് ബോധ്യം വരും.